പൗലോസ്ലീഹ 2-3 പ്രാവശ്യം കർത്താവിനോട് അടിയുണ്ടാക്കി. അവൻ്റെ ദേഹത്തൊരു മുള്ളുണ്ടെന്ന് പറഞ്ഞു. എന്താന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. രോഗമായിരിക്കാന്നൊക്കെ പറയുന്നുണ്ട്, മറ്റു പലതും ആകാം. അത് പോകാൻ വേണ്ടി രോഗത്തെക്കുറിച്ച് മിക്കവാറും രോഗമുണ്ട്, കാലുകൾക്ക് എന്തോ ഒരു രോഗം ഉണ്ടായിരുന്നു പറയാറുണ്ട്, ചരിത്രത്തിൽ പറയുന്നുണ്ട്. പൗലോസ്ലീഹയ്ക്ക് എന്തോ രോഗപീഠയുണ്ട്. 3 പ്രാവശ്യം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത്രയും വലിയ മനുഷ്യന്, കൃപ നിറഞ്ഞ മനുഷ്യന് രോഗശാന്തി കർത്താവ് കൊടുത്തില്ല. അപ്പോഴേക്കും കർത്താവ് പ്രത്യക്ഷപ്പെട്ടവർ നോട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ ഞാൻ മതി, നിനക്കത് അവിടെ ഇരുന്നോട്ടെ, നീ അത് മൈൻഡ് ചെയ്യണ്ട, എനിക്ക് അത് മാറാൻ വേണ്ടി നീ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3 പ്രാവശ്യം ഞാൻ ചോദിച്ചല്ലോ കർത്താവിനോട്. പിന്നെ ഞാൻ ചോദിച്ചു, കാരണം ഈശോ മതി. അതാണ് മനസ്സിലായി. ഈശോയെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഏറ്റവും വലിയ സമ്പത്ത് ഈശോയാ, ഏറ്റവും വലിയ നേട്ടം ഈശോയാ. ഈശോ ദൈവരാജ്യമാണ് ഏറ്റവും വലുത്, സ്വർഗരാജ്യമാണ് ഏറ്റവും വലുത്. അത് സ്വന്തമാക്കുന്നവൻ ഭാഗ്യവാൻ. അതല്ല വചനം പറഞ്ഞില്ലേ, മത്തായി 13:44, ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം, അത് കണ്ടെത്തുന്നവൻ മറച്ചു വെക്ക് പോയി തനിക്കുള്ളത് മുഴുവൻ വിറ്റ്. ഇത് ഇതിനകത്ത് ഈശോ പറഞ്ഞു, നിങ്ങൾക്കുള്ളത് മുഴുവൻ വിറ്റാല്, ലോകത്തിൻ്റെതായത് മുഴുവൻ കളഞ്ഞാല് ഈ കൃപ നേടിയെടുക്കാൻ പറ്റുള്ളൂ. വിളിക്കപ്പെട്ടവൻ അനേകര്, കുറച്ചു പേർക്ക് മാത്രമേ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ആരെ? യേശുവിനെ. അതല്ല വചനത്തെ സ്വന്തമാക്കാൻ പറഞ്ഞില്ലേ. വചനം വഴിയരികിൽ വീണു. വചനം ഈശോയെ സ്വന്തമാക്കാൻ പറ്റിയില്ല. വഴിയരികിൽ വീണു വിത്ത്, പാറപ്പുറത്ത് വീണു, അവർക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല. പാറകൾക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല. ഇപ്പൊ മുള്ളുകൾക്കിടയിൽ വീണു. സമ്പത്ത്, ജീവിത ക്ലേശങ്ങൾ, സുഖഭോഗങ്ങൾ, അവർക്കും വചനം ഈശോ ചെന്നു, അവർക്കും ഈശോയെ സ്വന്തമാക്കാൻ പറ്റും. സമ്പന്നന് പറ്റിയില്ല. ജീവിത ക്ലേശങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നതിന് പറ്റിയില്ല. സുഖഭോഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർക്കും ഈശോ വചനത്തെ സ്വന്തമാക്കാൻ പറ്റിയില്ല. അവസാനം വചനം സ്വന്തമാക്കി നല്ല നിലത്ത് വീണു. അവർക്ക് മാത്രമേ ഈശോയെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഈശോയെ സ്വന്തമാക്കുന്നതാണ് കൃപ. ഈശോയെ കിട്ടുന്നതാണ് കൃപ. അത് കിട്ടാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്.